ഒറ്റയ്ക്ക് കാട്ടിലൊക്കെ നടക്കുക, വന്യമൃഗങ്ങളുണ്ടായിരിക്കും, പക്ഷികളുണ്ടായിരിക്കും. അപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ ഇതിൽ തന്നെ 4-5 സ്ത്രീകൾ വളരെ ഗംഭീരമായിട്ട്, കാരണം ഒരു ലോകപ്രശസ്തയായ ഒരു പക്ഷി ചിത്രകാരിയുടെ പേര് ജെയ്നി കുര്യാക്കോസ്, ഒരു മലയാളിയാണെന്നുള്ളത് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. യാദൃശ്ചികമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ചിത്രം കണ്ടപ്പോൾ ഇത് ശരിക്കുള്ള ചിത്രമാണ്. ഒന്നും ഇത്ര ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ അവരുടെ ചിത്രം കണ്ടത്. ഇത് ശരിക്കുള്ള പക്ഷി തന്നെയാണ്, അങ്ങനെ പക്ഷിയുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഈ കേരളത്തിലത്തെ പക്ഷികൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇന്റർനാഷണൽ പക്ഷികളെ കാണുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നത് നമ്മൾ. അത് നമ്മളെ പരിചയപ്പെടുത്തിയത് മലയാളിയായിട്ടുള്ള ജെയ്നി കുര്യാക്കോസ് എന്ന ജെയ്നി മറിയാണ്. അവരുടെ ചിത്രങ്ങൾ ആദ്യമായിട്ടാണ് കേരളത്തിലെ ഒരു പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടെ വെച്ചിട്ടുണ്ട് ജെയ്നി മറിയയുടെ ചിത്രം. അപ്പോൾ സ്ത്രീകൾ ഇപ്പം നൂപ എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടമ്മയാണ്. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ അത്യാവശ്യ കാര്യങ്ങൾ അവർ വീട്ടിലേക്ക് ഒഴിവുള്ളപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഈ നൂപയുടെ ചിത്രങ്ങളൊക്കെ വെള്ളത്തിലാണല്ലോ പക്ഷികളൊക്കെ, ഈ വെള്ളത്തിൽ നടക്കുന്ന പക്ഷികൾ, വെള്ളത്തിന് മുകളിൽ പറക്കുന്ന പക്ഷികൾ, വെള്ളത്തിൽ എറിഞ്ഞെടുത്ത പക്ഷികൾ. ഇപ്പം അവസാനം നൂപ ഇട്ട ഒരു നാഗമോഹൻ പക്ഷി വരെ വെള്ളത്തിൽ കൂടെയാണ് പറക്കുന്നത്. അതിൻ്റെ ഒരു വാലൊക്കെ വെള്ളത്തിലാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇത് സാധാരണ മരത്തിൻ്റെ മുകളിലുണ്ട്, നൂപയ്ക്ക് വേണ്ടിയിട്ട് ഇത് കുളിക്കാൻ ഇറങ്ങിയതാണോ എന്ന് ചോദിച്ചു. അതല്ല ചേട്ടാ, ഞാൻ എന്താ വെച്ചാൽ വീട്ടിലെ ജോലിയൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ ക്യാമറയായിട്ട് എടുക്കുന്നത് എൻ്റെ ചുറ്റുപാടിലുള്ള സ്ഥലമൊക്കെ വെള്ളക്കെട്ടൊക്കെ ഉള്ളതാണ്. ഞാൻ അധികം വല്ലാതെ ദൂരത്തേക്കൊന്നും പോകാറില്ല, വീട്ടിൽ വരെ ഉത്തരവാദിത്തം. അപ്പം എനിക്ക് അല്പം തോന്നി, വീട്ടിൽ ജോലിക്കുള്ളൊരു വീട്ടമ്മ അവർക്ക് പറ്റും ഇതുപോലത്തെ പക്ഷിചിത്രങ്ങൾ എടുക്കാനും ഇതുപോലത്തെ ഒരു പ്രദർശനത്തിന് യോഗ്യമായിട്ടുള്ള ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനും എന്നുള്ളത് ഒരു പുതിയ അറിവ് നൂപയിൽ നിന്ന് കിട്ടി. അതുപോലെ പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഗംഭീരമായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കുന്ന സ്ത്രീകളുണ്ട്. പെൻഷനായിട്ട് ഈ ഫോട്ടോഗ്രാഫിക്ക് വന്ന ഒരാളാണ് ആനമങ്ങാട് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ. ഒരു അധ്യാപകൻ, ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന്. അപ്പം ഞാൻ ഫേസ്ബുക്കിലാണ് അദ്ദേഹത്തിൻ്റെ പടങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. നല്ല പടങ്ങളുണ്ട്, നമ്മളറിയാത്ത പല പക്ഷികളെ പറ്റിയിട്ടും പടങ്ങളുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഈ മെസ്സഞ്ചറിൽ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ നമ്പർ ചോദിച്ചു. ഞാൻ ഒരു ദിവസം വളരെ എക്സ്റ്റൻഡായിട്ട് മൂപ്പരുടെ വീട്ടിൽ ഞാനും ഗീതയും കൂടിയിട്ട് ചെല്ലുന്നു. അപ്പൊ ഇദ്ദേഹം പെൻഷനായിട്ട് 4-5 കൊല്ലമായി. അപ്പൊ ഞാൻ ചോദിച്ചു, മാഷ എപ്പോഴാണ് ഫോട്ടോഗ്രാഫി തുടങ്ങിയത്? ഞാൻ പെൻഷനായപ്പോൾ കുട്ടികൾ എനിക്ക് സമ്മാനമായിട്ട് തന്ന പുസ്തകമാണ് കേരളത്തിലെ പക്ഷികൾ. സാധാരണ തിരിച്ച് ആണ് സംഭവിക്കാറ്. മാഷന്മാർ കുട്ടികൾക്ക് കൊടുക്കുന്ന പുസ്തകമാണ് കേരളത്തിലെ പക്ഷികൾ. ഇത് മാഷക്ക് കുട്ടികൾ കൊടുത്ത പുസ്തകമാണ് കേരളത്തിലെ പക്ഷികൾ. അത് വായിച്ചു നോക്കിയപ്പോഴാണ് ഇത്രയും പക്ഷികൾ നമ്മുടെ ചുറ്റിലുണ്ട് എന്ന് മനസ്സിലാവുന്നതും ഞാൻ ഒരു ക്യാമറ വാങ്ങിച്ച് എൻ്റെ വീടിൻ്റെ പരിസരത്തിലുള്ള പക്ഷികളുടെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയത്. ഇപ്പം നല്ല അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം നല്ലൊരു മികച്ചതാണ് ചിലപ്പോൾ പക്ഷി ഫോട്ടോ. അതായത് പെൻഷനായതിനു ശേഷമാണ്. സക്കറിയ പറഞ്ഞത് ഇപ്പോഴാണ് പറഞ്ഞില്ല, അതിന് മുമ്പ് എന്നത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് മലയാളികൾ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പല ആൾക്കാരിലേക്കും പടരേണ്ട ഒരു സന്ദേശമാണ് ഇന്ദുചൂടൻ്റെ പുസ്തകവും അദ്ദേഹത്തിൻ്റെ ജീവിതവും. അതിനെ ഉദ്ഘോഷിക്കുക, പ്രഘോഷണം ചെയ്യാന്നുള്ളത് മാത്രമാണ് ഇന്ദുചൂടൻ ഫൗണ്ടേഷൻ്റെ പരിപാടി. ഈ വിവരം പറയാൻ വേണ്ടിയിട്ട്, പ്രദർശനത്തിൻ്റെ വിവരം പറയാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ വളരെ സന്തോഷപൂർവ്വം നമ്മുടെ പ്രിയ നടൻ മമ്മൂട്ടി ഞാനെടുത്ത ചിത്രത്തിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കാൻ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചിത്രം തന്നു. ആ ചിത്രം ഇതിൻ്റെ പ്രാഥമിക നമ്മുടെ ചെലവുകൾക്കായിട്ട് നമ്മൾ ലേലം ചെയ്ത് 3 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ലേലം ചെയ്യാൻ പറ്റി. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ എല്ലാവരും നമ്മളെ ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഉള്ള സന്തോഷമാണ് ഈ 4 ദിവസങ്ങളായിട്ട് ഇവിടെ ഉണ്ടായത്. മാഷ് 2ാമത്തെ തവണയാണ് വരുന്നത്. ഈ സന്തോഷത്തിൻ്റെ സമാപന സമ്മേളനം, ഈ ആഹ്ലാദത്തിൻ്റെ അല്ലെങ്കിൽ ഈ പാടിപ്പറക്കുന്ന മലയാളത്തിൻ്റെ സമാപന യോഗമാണിത്. ആ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനാണ് ഇന്ദുചൂടൻ്റെ ആ കാലത്തൊക്കെ ജീവിച്ച, ആ കാലത്ത് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന, അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന, ആ കാലത്തിൻ്റെ മൂല്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു വലിയ മനുഷ്യനെ ആണ് നമുക്ക് ഇന്ന് ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകനായിട്ട് ലഭിച്ചിട്ടുള്ളത്. സാനു മാഷെ ഞാൻ
ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി സവിനയം ക്ഷണിക്കും. ബീൻ ബാഗ് ഉണ്ട്, അങ്ങനെ കാർബണിൻ്റെ സൈഡിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാൽ ഷേക്ക് ചെയ്യാണ്ട് വീഡിയോ ഒക്കെ എടുക്കും. അപ്പം അങ്ങനെ വെച്ചാൽ അതിന് കാലുണ്ട്, 2 കാല് അങ്ങനെയായിട്ടുള്ള ഫുള്ള് ഉള്ളിൽ ബീൻ ഈ കാക്കിലേക്ക് തോല് പോലെ ബീനൊക്കെ നടിച്ചിട്ടാണ് അതിന് മുകളിൽ ഞാൻ വെച്ചിട്ട് കമ്മ് അതതിൻ്റെ ഇത് ശരിക്കും ഇങ്ങനത്തെ ഒരു എക്സിബിഷൻ വെക്കേണ്ട വേടല്ല, കാരണം നമുക്ക് ആ പക്ഷീനെ ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല.